മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിന്റെ 5-ാമത്തെ അധ്യായത്തിന്റെ 41-ാമത്തെ തിരുവചനത്തില് നമ്മൾ കാണുന്നുണ്ട്, കർത്താവ് ജായിറോസിന്റെ മകളുടെ കൈക്ക് പിടിച്ച് മകളെ നീ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ് എഴുന്നേൽപ്പിക്കുക. ഈ ജായിറോസ് സെനഗോഗ് അധികാരി ആയിരുന്നു. അവന്റെ കൊച്ചുമകള് രോഗബാധിതയായിട്ട് പോവുകയാണ്. അപ്പോഴ് ഈശോയുടെ അരികിലേക്ക് ജായിറോസ് വന്നിട്ട് പറയാണ്, എന്റെ കൊച്ചുമകളുടെ രോഗം ഒന്ന് മാറ്റണം. അപ്പൊ കർത്താവ് അവന്റെ കൂടെ അവന്റെ വീട്ടിലേക്ക് പോകുമ്പോ അവന്റെ ജോലിക്കാര് വന്നിട്ട് പറയുകയാണ്, ഇനി ഗുരുവിനെ ബുദ്ധിമുട്ടിപ്പിക്കണ്ട, അവള് മരിച്ചുപോയി. പക്ഷെ കർത്താവ് അവരുടെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് ആ കുഞ്ഞിന്റെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കുക, ബാലിയെ എഴുന്നേൽക്കുക. പ്രിയപ്പെട്ടവരെ, കർത്താവ് കരുണയുള്ളവനാണ്. കർത്താവ് നമ്മുടെ ജീവിതത്തെ അറിയുന്നവനാണ്. നമ്മുടെ നൊമ്പരങ്ങളെ കേൾക്കുന്നവനാണ്. കർത്താവ് നിന്റെ ജീവിതം എത്രമാത്രം താഴ്ന്നു കിടന്നാലും ആ താഴ്ചയിൽ നിന്ന് കൈപിടിച്ചുയർത്തുമെന്ന് വിശ്വസിക്കണം. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഒരുപക്ഷെ നിന്റെ ജീവിതം ഒത്തിരി താഴ്ന്നു കിടക്കുന്ന ഒരവസ്ഥയായിരിക്കാം, ഒത്തിരി പരാജയത്തിൽ കിടക്കുന്ന ഒരവസ്ഥയായിരിക്കാം. പലരും നിന്നോട് പറയുന്നുണ്ടാവും, ഇനി രക്ഷയില്ല. ഈ ജായിറോസിന്റെ ജോലിക്കാർ വന്നിട്ട് പറയുന്നുണ്ട്, ഇനി ഗുരുവിനെ ബുദ്ധിമുട്ടിക്കണ്ട, അവള് മരിച്ചുപോയി. ഇതുപോലെ നിന്നോടും പറയുന്നുണ്ടാവാം, ഇനി നീ പ്രാർത്ഥിക്കേണ്ട, കാരണം നിന്റെ ജീവിതം താഴ്ന്നുപോയി. ഇനി നിന്റെ ജീവിതത്തിന് ഉയർച്ചയില്ല. നിന്റെ കുടുംബത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥയിൽ ഇനി കുടുംബം രക്ഷപ്പെടില്ല. ഒരുപക്ഷെ നിന്റെ ഉള്ളിൽ തന്നെ ഈ ഒരു ബോധ്യം ഉണ്ടാവാം, ഈ ഒരു ചിന്തയുണ്ടാവാം. പ്രിയപ്പെട്ടവരെ, നിന്റെ ജീവിതത്തിൽ എത്രമാത്രം നീ താഴ്ന്നു കിടക്കുന്നുണ്ട് എന്ന് നീ വിചാരിക്കുന്നുവോ അത്രമാത്രം ദൈവം നിന്നെ ഉയർത്തും. അത്രയും കഴിവുള്ളവനും ശക്തനുമാണ് നമ്മുടെ കർത്താവെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. ആരെല്ലാം നീ താഴ്ന്നു പോകുന്നു എന്ന് പറഞ്ഞാലും നിന്നെ ഉയർത്താനായിട്ട് കർത്താവിന് കഴിവുണ്ടെന്ന് നീ വിശ്വസിക്കണം. എത്രയും താഴ്ന്നു നീ കിടക്കുന്നാലും അത്രയും ദൈവം നിന്റെ ജീവിതത്തെ ഉയർത്തുമെന്ന് നീ വിശ്വസിക്കണം. ഉയർത്താനായിട്ട് കഴിവുള്ളവനാണ് കർത്താവ്. ഇന്ന് നീ വിശ്വസിക്കുന്നുവെങ്കിൽ കർത്താവിന് മുമ്പിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ മതി. നിന്റെ ജീവിതം കർത്താവ് കൈപിടിച്ചുയർത്തും. ഒരു നിമിഷം കരങ്ങളൊന്ന് കൂപ്പിപ്പിടിച്ച് നിന്റെ ജീവിതത്തിന്റെ അവസ്ഥയൊന്ന് പരിശോധിച്ചു നോക്കിക്കേ. നീ എത്രത്തോളമാണ് താഴ്ന്നു കിടക്കുന്നത്? ഏത് മേഖലയിലാണ് നീ താഴ്ന്നു കിടക്കുന്നത്? ആ താഴ്ന്നു കിടക്കുന്ന അവസ്ഥയെ കർത്താവിനൊന്ന് കൊടുത്ത് നിന്റെ കരം പിടിച്ച് ഉയർത്തണമേ എന്നൊന്ന് പ്രാർത്ഥിച്ച് കരങ്ങളെ യാചനയോടെ പിടിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരോരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളെ അങ്ങ് തൊടണമേ. ഇവരുടെ അധ്വാനങ്ങളെ തൊടണമേ. ഇവരുടെ നൊമ്പരങ്ങളെ തൊടണമേ. ഇവരുടെ വേദനകളെ തൊടണമേ. കർത്താവെ, ഇവരുടെ ജീവിതം താഴ്ന്നു കിടക്കുന്ന അവസ്ഥയിലാണെങ്കിൽ ആ അവസ്ഥയിൽ നിന്ന് കരം പിടിച്ച് ഉയർത്തണമേ. ഏതവസ്ഥയിലാണോ ഇവർ താന്നുപോയത് ആ അവസ്ഥയിൽ ഇവർക്ക് ഉയർച്ച നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവരുടെ ആത്മീയ ജീവിതത്തിന്റെ താഴ്ചയെ, ഭൗതിക ജീവിതത്തിന്റെ താഴ്ചകളെ അങ്ങ് ഉയർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദിവ്യകാരുണ്യത്താൽ ഇപ്പോൾ ആശീർവദിക്കുമ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന മക്കളിൽ നിന്ന്, ഇവരുടെ ഭവനങ്ങളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിന്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുള്ള പ്രവർത്തനങ്ങളും തിന്മയുടെ സ്വാധീനങ്ങളും വേദനകളും ദുഃഖങ്ങളും പരാജയങ്ങളും തകർച്ചകളും ആപത്തുകളും അപകടങ്ങളും നിർവീര്യമായി തീരട്ടെ എന്ന് കൽപ്പിക്കുന്നു. എല്ലാ കെട്ടുകളും അഴിയട്ടെ എന്ന് യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.